കേരളത്തിലെ മുസ്ലിം സമൂഹത്തെക്കുറിച്ച് അയാൾക്ക് എന്ത് ധാരണയാണുള്ളത്? നിങ്ങൾക്ക് പ്രേം നസീറിൻ്റെയും മമ്മൂട്ടിയുടെയും ഉമ്മറിൻ്റെയും സമുദായമാണിത്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയും മാധവിക്കുട്ടിയുടെയും സമുദായമാണിത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. നിങ്ങൾ മുജാഹിദ് ബാലുശ്ശേരിയും MM അക്ബറും പറയുന്നതാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ നിലപാട്. നിങ്ങൾ വിചാരിക്കല്ലേ സംഗീതം തെറ്റാണെന്ന് പറയുന്നത് MM അക്ബറും സംഗീതം കേൾക്കൽ മോശമാണെന്ന് പറയുന്ന ഈ ബാലുശ്ശേരി എല്ലാ മുസ്ലിങ്ങളുടെ പ്രതിനിധി. ഞങ്ങൾക്കൊരു മുഹമ്മദ് റാഫിയുടെ സമുദായമാണിത്, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സമുദായമാണിത്, മമ്മൂട്ടിയുടെയും സിദ്ദീഖിന്റെയും ഉമ്മറിന്റെയും ലാലിയുടെയും സമുദായമാണിത്. ഇവരൊക്കെ ഈ സമുദായത്തെ മുന്നോട്ട് നയിക്കുന്നത് ഈ സാംസ്കാരിക പരിസരത്ത് കേരളത്തിന്റെ സംസ്കാരവുമായി ചേർന്ന്. വീണ്ടും ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോഴാണ് പിണറായി ഗവൺമെന്റ് നമ്മുടെ നാട്ടിൽ യുവജനോത്സവം ഇൻട്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ നമ്മൾ ഒരു ഒപ്പന അനുവദിക്കുമോ? കോൽക്കളി അനുവദിക്കുമോ? മാർക്കം കളി അനുവദിക്കുമോ? ഭരതനാട്യം മുസ്ലിം കുട്ടികൾക്ക് പഠിക്കാൻ ഇവർ സമ്മതിക്കുമോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. എന്തായിരിക്കും ഇവരുടെയൊക്കെ നിലപാട്? മുസ്ലിം ആൺകുട്ടികൾ പെൺകുട്ടികൾ ഇടകലരുന്ന മോശമാണെന്നൊക്കെ പറയുന്നത്. മിക്സഡ് സ്കൂളിൽ പഠിച്ച കുട്ടികൾക്ക് എല്ലാ കാലത്തും സാംസ്കാരികമായും സാമൂഹികമായും പരസ്പരം അറിയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ. ഈ വേഷധാരികൾ മതപണ്ഡിതന്മാരെന്ന് സ്വയം വിചാരിക്കുന്ന ആള് അവർ ഈ സമൂഹത്തിൽ ദോഷമാണ് ചെയ്യുന്നത്. 10ാം ക്ലാസ്സിലെ പെൺകുട്ടി സ്റ്റേജിൽ കയറിയാൽ ലോകം ഇടിഞ്ഞു പോകുന്ന അവർ വിചാരിക്കുന്നത്. ഇതിനൊരു വേറൊരു വിഷയം എന്താ വെച്ചാൽ ഇപ്പം ലോകത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ നിസ്കരിക്കാൻ വേണ്ടി നോക്കുന്നത് കഅബയാണ്. കഅബ നിലകൊള്ളുന്നത് സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യയിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായ മാറ്റങ്ങൾ എന്താണ്? ഈ സലഫിസ്റ്റുകളുടെ ആചാര്യന്മാർ സൗദിയിലായിരുന്നു. അബ്ദുൽ വഹാബ് ആയിരുന്നു ഇവരുടെ ആചാര്യന്മാർ. അയാളിൽ നിന്ന് കിട്ടിയതാണ് ഈ ഇവിടുത്തെ സംഗതിയൊക്കെ. എന്താ ഇപ്പൊ സൗദി അറേബ്യയുടെ മാറ്റം? അവിടെ മേറാം ഹജ്ജിന് സ്ത്രീകൾ ഒറ്റക്ക് പോകാൻ തുടങ്ങിയത്. ഇപ്പൊ ലാൽ ഇമ്രക്ക് പോയ കാര്യം അവർ പറഞ്ഞല്ലോ. അവരുടെ ഉമ്മ അവർ തനിച്ചാ പോയെങ്കിൽ അത്ഭുതമാണ്. നേരത്തെ പറ്റൂലായിരുന്നു, ഒരു പുരുഷനും കൂടെ പോകണമായിരുന്നു. അപ്പൊ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുള്ള ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് കൃത്യമായി കാഴ്ചപ്പാടുള്ള ഒരു സമൂഹം വളർന്നു വരുന്നുണ്ട്. എൻ്റെ അനുഭവം കൊണ്ട് പറയാലോ, 2023 മാർച്ച് 8 ഞാനും എൻ്റെ പാർട്ട്ണറും കൂടി ഞങ്ങളുടെ നിക്കാഹ് വീണ്ടും രജിസ്റ്റർ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം എല്ലാ ദിവസവും എനിക്ക് ഫോൺ കോളാണെന്നേ, എല്ലാ ദിവസവും മെസ്സേജാ. എങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ കഴിയുക? എന്തിനാ? അവരുടെ പെമ്മക്കൾക്ക് ആമക്കളെ പോലെ തുല്യത സമൂഹത്തിൽ ലഭിക്കാൻ അവരുടെ ആഗ്രഹമാണ്. ഈ തുല്യതക്കെതിരെയുള്ള പോരാട്ടമാണ് ഈ പിന്തിരിപ്പന്മാർ നടത്തുന്നത്. ഇതിനെതിരെ പോരാടുക എന്നുള്ളത് കേരള സമൂഹം മുഴുവനും ഈ ഗവൺമെന്റ് കൂടെയുണ്ട്. VD സതീശൻ എന്ത് നിലപാടെടുത്താലും ഏതാണ് നിങ്ങളെ എല്ലാ കാര്യത്തിലും നിങ്ങൾ സ്ത്രീ പുരുഷ സമത്വത്തിനെതിരാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം മനസ്സിലാക്കാൻ സ്വന്തം സമുദായത്തിലെ പല ദുഷ്പ്രവർത്തികൾക്കുമെതിരെ ഈ അക്കമിട്ട് കാര്യങ്ങൾ പറയാൻ ഷുക്കൂറിനെ പോലെ ഉള്ളവരെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഷുക്കൂറിന്റെ വിവാഹത്തിന്റെ കാര്യം പറഞ്ഞത്. ഷുക്കൂറിന്റെ 2 പെൺമക്കൾക്കും എങ്ങനെയാണ് അവരുടെ സ്വത്ത് കിട്ടേണ്ടത് എന്നത് നിയമവിധേയമാക്കാൻ അവർ ചെയ്ത കാര്യങ്ങൾ വിശദീകരിച്ചത്.